ഏറ്റവും നിർണായകമായ ദിവസമാണ്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. NIA കോടതിയിലേക്ക് ആദ്യം പോകുന്നു. അവിടെ വിധി പ്രതികൂലമായാൽ ഹൈക്കോടതിയിൽ നിന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എത്താൻ സാധിക്കണം. ഇന്നത്തെ ദിവസം ജാമ്യം കിട്ടിയില്ലെങ്കിൽ നാളെ ശനി ഞായർ 2 ദിവസങ്ങൾ അവധിയാണ്. വീണ്ടും ആശങ്കയേറും. സ്വാഭാവികമായും നിർണായകമാണ്. സസ്പെൻസ് ഉണ്ട് ഇക്കാര്യത്തിൽ. എന്താണ് സംഭവിക്കുക? BJP കേന്ദ്രങ്ങളിലും വലിയ ആശങ്കയുണ്ട്. സംസ്ഥാനത്ത് ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ, ഇപ്പോൾ ആൻഡ്രൂ സ്ഥാനത്ത് പിതാവിനെ കണ്ടു. രാജീവ് ചന്ദ്രശേഖർ അവിടെ നിന്ന് പോയോ, മടങ്ങിയോ? നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ബിഷപ്പിന്റെ ആശങ്കകളൊക്കെ പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ സീറോ മലബാർ സഭയിലും രാജീവ് ചന്ദ്രശേഖർ പോയി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആശങ്കകൾ പങ്കുവെച്ചു, പക്ഷെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ആ ഉറപ്പിൽ വിശ്വസിക്കുന്നുണ്ടോ സഭ? അരുൺകുമാർ, ചർച്ച പൂർത്തിയായി അല്പസമയം മുമ്പാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. രണ്ടുപേരും പ്രതികരിച്ചു. ഈ വിഷയത്തിൽ അനുകൂലമായ നിലപാട് ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് മാർ ആൻഡ്രൂസ് താഴത്ത് പങ്കുവച്ചതിന് ശേഷം. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖരിൽ നിന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇത് റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ നിയമപരമായ നടപടിയാണ്. അതിന് അല്പം സമയമെടുക്കുമെന്നാണ് അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അതിനെ നാം രാവിലെ മുതൽ ചൂണ്ടിക്കാണിക്കുന്ന നാളെ ശനിയും മറ്റന്നാൾ ഞായറുമൊക്കെയുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് സാങ്കേതികമായ വിഷയങ്ങൾ കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിൽ സംസാരിച്ചു. ഒരു രീതിയിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ ജാമ്യത്തെ എതിർക്കില്ല എന്ന ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ആ ഉറപ്പ് പ്രധാനമന്ത്രിയുമായി സംസാരിച്ച കാര്യങ്ങൾ മുഴുവനായും ആർച്ച് ബിഷപ്പിനെ ധരിപ്പിച്ചിട്ടുണ്ട്. അനുകൂലമായ ഒരു നിലപാടുണ്ടാകും. പക്ഷേ ജുഡീഷ്യൽ പ്രോസസ്സിനുള്ള സ്വാഭാവികമായ ഒരു കാലതാമസം മാത്രമാണ് ഉണ്ടാവുക എന്നതാണ് പ്രധാനമായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വന്ന ശേഷം പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ ഗുരുതരമായ ഒരു ആരോപണം പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ ഉയർത്തി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഛത്തീസ്ഗഡിലെ ജയിലിൽ വെച്ച് നാടകം കളിക്കുന്ന സ്ഥിതിയുണ്ടായി. വലിയ രീതിയിൽ അവിടുത്തെ പ്രാദേശികമായി പ്രൊവോക്ക് ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. നിയമപരമായ സഹായം ചെയ്യാതെ, വക്കീലിനായോ മറ്റേതെങ്കിലും നിയമപരമായ സഹായങ്ങൾ കന്യാസ്ത്രീകൾക്ക് ചെയ്യാതെ ഇവിടെ നിന്നെത്തിയ സംഘങ്ങൾ ജയിലിന് മുന്നിൽ നടത്തിയ നാടകങ്ങളാണ് ഈ വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയതെന്ന അതീവ ഗുരുതരമായ ഒരു ആരോപണം കൂടി രാജീവ് ചന്ദ്രശേഖർ പങ്കുവയ്ക്കുന്നു. തികച്ചും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നടത്തിയ പ്രതിഷേധങ്ങളും പരിപാടികളുമായിരുന്നു അവിടെ. അതാണ് പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാൻ ഇടയാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ സമയം നീണ്ടുപോകാൻ ഇടയാക്കിയത്. അതോടൊപ്പം തന്നെ അവിടെ പ്രധാനമായും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ബജറംഗ് ദൾ പ്രവർത്തകർ പുറത്ത് വിഷയങ്ങളുണ്ടായിരുന്നു. അവർ പ്രതിഷേധവുമായി വന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നെത്തിയ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോൾ അവിടുത്തെ ജഡ്ജി പറഞ്ഞത്, ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ കോടതിയിൽ ഒരു വിചാരണ നടപടികൾ നടത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു വാദപ്രതിവാദം നടത്താൻ കഴിയില്ല, ഉടനെ തന്നെ കോടതി മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കാതെ കേസ് മാറ്റുകയായിരുന്നു. ഇത്തരത്തിൽ സാങ്കേതികമായ വിഷയങ്ങൾ കൊണ്ട് മാത്രമാണ് വൈകുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇരുവരും പങ്കുവച്ചത്. അതായത് ആർച്ച് ബിഷപ്പും രാജീവ് ചന്ദ്രശേഖറും പങ്കുവച്ചത്. അരുൺകുമാർ, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ കാണുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച സൗഹാർദ്ദപരമാണ്. അവർ പരസ്പരം ആശങ്കകൾ പങ്കുവച്ചു. ഒരാൾ ആശങ്ക പങ്കുവെക്കുമ്പോൾ മറുഭാഗത്ത് നിന്ന് ഉറപ്പ് കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നോബൽ ബാരിക്കാരൻ കൂടി ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോബൽ, ഇതിനിടയിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ നിർണായകമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ കേസിന്റെ വിവരങ്ങൾ ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം അമിത്ഷായുമായും സംസാരിച്ചു എന്നറിയുന്നു. ഒരു പക്ഷേ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോബൽ? അരുൺ, കന്യാസ്ത്രീമാരുടെ ജാമ്യാപേക്ഷ കോടതിയിലെത്തുമ്പോൾ സംസ്ഥാന സർക്കാർ അതിനെ എതിർക്കില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് എംപിമാരടക്കമുള്ള ആളുകൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു നിർദ്ദേശവും ഉറപ്പും എന്ന് പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാർ ഇക്കാര്യം സംസ്ഥാനത്തെ, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നിർണായകമായത് പ്രധാനമന്ത്രിയുടെ ഇടപെടൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ പ്രധാനമന്ത്രി വിലയിരുത്തുകയും പ്രധാനമന്ത്രി ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പരിശോധിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. അതിന് പിന്നാലെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയെ ഇക്കാര്യത്തിൽ ചുമതലപ്പെടുത്തുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസം കേരളത്തിലെ എംപിമാർ അടക്കം പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. എന്നാൽ പ്രധാനമന്ത്രി ഓഫീസ് പിന്നീട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയെ കണ്ടാൽ മതി, ബാക്കി കാര്യങ്ങൾ അവിടെ തീരുമാനിക്കും എന്ന് അറിയിക്കുകയായിരുന്നു. അതായത് പ്രധാനമന്ത്രി ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്നലെ പാർലമെന്റിനകത്ത് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു എന്ന ചില റിപ്പോർട്ടുകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഏതാണെങ്കിലും അതിനുശേഷം വൈകുന്നേരത്തോടെയാണ് എംപിമാരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാണുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു ആദ്യഘട്ടത്തിൽ UDF എംപിമാരുമായുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചത്. എന്നാൽ പിന്നീട് വൈകുന്നേരത്തേക്ക് മാറ്റുകയാണ്. ഇതിനിടെ കൃത്യമായി തന്നെ ആശയവിനിമയങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ടും ഇടപെട്ടിരിക്കുന്നത്. ആരിടപെട്ടാണെങ്കിലും അവർ പുറത്തു വന്നാൽ മതി.